പഴയ വർഷം നമ്മളെ വിട്ട് കടന്നുപോയി. നാം പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഡിസംബർ 31 ജനുവരി 1 ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു വ്യത്യാസവുമില്ല. ഇതൊരു നല്ല വഴിയാണ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാനായിട്ട്. ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ മക്കൾ ഒരു ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രവേശിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. 365 ദിവസം കൊണ്ട് സൂര്യൻ ഭൂമിക്ക് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങാനായിട്ട് 365 ദിവസം വേണമെന്ന് ദൈവമാണ് തീരുമാനിച്ചത്. 365 ദിവസം കൊണ്ട് അത് എവിടുന്ന് കറങ്ങാൻ തുടങ്ങിയോ അവിടെ തന്നെ അത് തിരിച്ചെത്തുന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നു. നമുക്കും ഇതുപോലെ തന്നെ ഒരു ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ്റെ ആവശ്യമുണ്ട്. ചില പുതിയ സത്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയല്ല, എന്നാൽ നാം ഇന്നായിരിക്കുന്നതിനേക്കാൾ ഉയർന്നൊരു തലത്തിലേക്ക്, നാം ഇപ്പോൾ ആയിരിക്കുന്നതിനേക്കാൾ ഉയർന്ന തലം, കൂടുതൽ സ്നേഹം, കൂടുതൽ വിശ്വാസം, കൂടുതൽ താഴ്മ, കൂടുതൽ കരുണ. ഇതുപോലെ കണക്കിനെ പറ്റി നിങ്ങൾ കൂടുതൽ പഠിക്കുന്നു, കൂടുതൽ കെമിസ്ട്രി പഠിക്കുന്നു, അതുപോലെ കൂടുതൽ ഹിസ്റ്ററി പഠിക്കുന്നു. വർഷം കഴിയുന്നതനുസരിച്ച് അല്പം അല്പം കൂടുതൽ. ഇങ്ങനെ ആയിരിക്കണം ഇതും. ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കണം. നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് അത് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ദൈവത്തെ പറ്റിയുള്ള അറിവ് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തെ സേവിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടാണ് ദൈവത്തെ അറിയുന്നത്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, സത്യദൈവമായി നിന്നെ അറിയുന്നതും നീ അയച്ച ക്രിസ്തുവിനെ അറിയുന്നതുമാണ് നിത്യജീവനെന്ന്. ഇത് നിങ്ങൾ മറക്കരുത്. ദൈവത്തെ അറിയുന്നതാണ് ക്രിസ്തുവിലെ പ്രധാന കാര്യം. അതാണ് നിത്യജീവൻ. ദൈവത്തെ സേവിക്കുന്നില്ല, അത് അതിൽ നിന്ന് വരേണ്ടതാണ്. ചില ആളുകൾക്ക് ദൈവത്തെ അധികം സേവിക്കാനായിട്ട് കഴിഞ്ഞില്ലെന്ന് വരും. കാരണം പല സ്ഥലത്ത് യാത്ര ചെയ്യുവാനുള്ള അവസരം അവർക്കില്ലായിരിക്കും. എന്നാൽ ദൈവത്തെ അറിയും. നിങ്ങൾ രോഗിയായി കിടക്കയിലാണെങ്കിലും, ഒരുപക്ഷെ തളർന്നു കിടന്നാലും, തളർന്ന് വർഷങ്ങൾ അവിടെ നിങ്ങൾ കിടന്നാലും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കർത്താവിനെ അറിയാനായിട്ട് കഴിയും. അതുകൊണ്ട് ആത്മീയ വളർച്ചയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തെ അറിയുമ്പോഴാണ് നാം കൂടുതൽ അവനെ പോലെ ആയിത്തീരുന്നത്. ഞാൻ നിങ്ങളെ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കൊണ്ടുപോകാം. അനേക അത്ഭുതകരമായ സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മനോഹരമായൊരു അധ്യായമാണ് ഇത്. പ്രത്യേകിച്ച് അതിൻ്റെ 3-ാം വാക്യം മുതൽ 15 വരെ. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 3 മുതൽ 15 വരെ. എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഈ വാക്യങ്ങളാണ്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു വേദഭാഗമാണ് ഫിലിപ്പ് ലേഖനം 3-ന്റെ 7 മുതൽ 17-ാം വാക്യം വരെ. ഈ 2 അധ്യായങ്ങളുള്ള ഈ വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുകയാണ് ഇത് തുടർമാനം ധ്യാനിക്കുക. ഞാൻ ഈ വാക്യം പലപ്പോഴും ധ്യാനിക്കാറുള്ളൊരു വാക്യമാണ്. ഇവിടെ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ, നിങ്ങളുടെ കയ്യിലൊരു വേദപുസ്തകമില്ല, ഒരു വാക്യവും നിങ്ങൾക്ക് അറിയില്ല, ഈ ഒരു വാക്യം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ആ ഒരു വാക്യം ഫിലിപ്പിയർ 2:5. അത് ക്രിസ്തുയേശുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും ഈ ഒരു വാക്യം മാത്രം നിങ്ങൾക്ക് മതി. എവിടെ നിങ്ങൾക്ക് ഏത് സാഹചര്യം നേരിട്ടാൽ, നിങ്ങളുടെ ഓഫീസിലോ വീട്ടിലുണ്ടാകുന്ന പ്രശ്നമോ ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നമോ അമ്മായിയമ്മയോടുള്ള പ്രശ്നമോ, അവിടെ എല്ലാം യേശുവിലുള്ള അതേ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. അതിൽ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവുണ്ടോ? യേശുവിൻ്റെ മനോഭാവം ആ സാഹചര്യത്തിൽ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, നിങ്ങളുടെ ജോലിയിൽ ചില പ്രശ്നങ്ങളുണ്ടാകുന്നു, ചിലപ്പം പണവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളൊരു തീരുമാനമെടുക്കുന്നു, യേശുവിലുള്ള അതേ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. ആത്മീയ വളർച്ചയ്ക്കുള്ള വഴി അതാണ്. ഈ വരുന്ന വർഷങ്ങളിൽ നിങ്ങൾ, കർത്താവെ ഞാനത് അല്പം കൂടെ കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു പറയുക. അവൻ ആ ക്രൂശിലേക്ക് പോയപ്പോൾ എങ്ങനെയാണ് നന്ദി പറഞ്ഞെന്ന് മനസ്സിലാക്കിയാൽ, നിങ്ങൾക്കതറിയാമോ? ആ കർത്താവിൻ്റെ മേശയിൽ അവൻ അപ്പമെടുത്ത് നുറുക്കി ദൈവത്തോട് നന്ദി പറഞ്ഞു. അവൻ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഞാൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നതിന് ഞാൻ എൻ്റെ പിതാവിനോട് നന്ദി പറയുകയാണ്. നമുക്കത് നിസ്സാരമാണ്. നമ്മൾ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് നമ്മളപ്പം നുറുക്കും. യേശുവിന് ആ സമയത്ത് അതെന്തായിരുന്നു? അവൻ അറിയാമായിരുന്നു 24 മണിക്കൂർ കഴിയുമ്പം അവൻ ആ ക്രൂശിൽ മരിക്കാൻ പോവുകയാണെന്ന്. അതാണ് അവൻ നന്ദി പറഞ്ഞ് അപ്പം നുറുക്കിയപ്പം അവൻ അർത്ഥമാക്കിയത്. കർത്താവെ, നരകത്തിലേക്ക് പോകുന്ന ഈ ലോകത്തെ രക്ഷിക്കാൻ നീ എനിക്കൊരവസരം തന്നതിനായിട്ട് നന്ദി. നാമും എപ്പോഴും നന്ദി കരയറ്റുന്നവരായിരിക്കണം. ഇതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. 3-ാം വാക്യത്തിൽ നിന്ന് 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന 2 ഭാവങ്ങൾ.
മൂന്നാമത്തെ വാക്യം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത്. യേശു ശാഠ്യത്തോടെയോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്തില്ല. യേശുവിലുള്ള ഈ ഭാവം നമുക്കും ഉണ്ടായിരിക്കണം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ നാം ഒന്നും ചെയ്യരുത്. ഇത് വെറുതെ കേട്ട് വിട്ടുപോകരുത്. ഞാൻ പറയട്ടെ, ഇതുവരെ ഞാൻ അവിടെ എത്തിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ശാഠ്യവും അതുപോലെ ദുരഭിമാനവും ഉണ്ടെന്ന് ഞാൻ കണ്ടെത്താറുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെയധികം അത് കുറഞ്ഞിട്ടുണ്ട്. 10 കൊല്ലത്തേക്കാൾ പിന്നെയും കുറഞ്ഞിട്ടുണ്ട്. 50 വർഷത്തെ നോക്കുമ്പോൾ വളരെയധികം. എങ്കിലും അതവിടെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും എല്ലാ ശാഠ്യവും എല്ലാ ദുരഭിമാനവും പൂർണ്ണമായിട്ട് പോയി എന്ന് പറയാൻ കഴിയുന്നത് ക്രിസ്തു മടങ്ങി വന്ന ശേഷം ഞാൻ അവനെ പോലെ ആകുമ്പോൾ മാത്രമായിരിക്കും. അവൻ വരുമ്പോൾ മാത്രമേ നമുക്കവനെ പോലെ പൂർണ്ണമായിട്ടും ആകാൻ കഴിയൂ. അതിനർത്ഥം നാം ഒരേ നിലവാരത്തിൽ തുടരണമെന്നല്ല. ശാഠ്യത്താലും ദുരഭിമാനത്താലും തോൽപ്പിക്കപ്പെട്ട് അവൻ വരുന്നത് വരെ ഇരിക്കുക അല്ല. നാം നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദൈവവചനത്തിൽ അത്ഭുതകരമായ പല വാഗ്ദാനങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ അനേകം വാഗ്ദാനങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. 2 കൊരിന്ത്യർ 7-1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം എന്തു ചെയ്യണം? ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി. സകലമെന്ന് പറഞ്ഞാൽ സകലവും, ജീവിതകാലം മുഴുവൻ. നമ്മുടെ ജഡത്തിലുള്ളതും ആത്മാവിലുള്ളതുമായ എല്ലാ കന്മഷവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഹ്യ ജീവിതത്തിലും നമ്മുടെ ആന്തരിക ജീവിതത്തിലും ശാഠ്യവും ദുരഭിമാനവും അത് പൂർണ്ണമായിട്ട് നീക്കിക്കളയണം. എന്നിട്ട് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളണം.